നമസ്കാരം. ഈ പകൽ സമയത്തുള്ള കോരിച്ചൊരിയണ മഴ, അതായത് കള്ളക്കർക്കിടകം. ഈ കർക്കിടക മാസത്തിൽ ഇടിമിന്നലും ഇടിവെട്ടലൊക്കെ കുറവാണ്. അത് തുലാവർഷത്തിലുള്ളൂ. ഈ കർക്കിടക മാസത്തിൽ ഒരുപാട് വെടി നടക്കും, കള്ളവെടിയായിട്ടും. ഇനി സ്വന്തം ഭാര്യ ആയിക്കോട്ടെ. ഈ മഴയൊക്കെ പെയ്യുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്. കളി നടക്കാത്ത വീടുണ്ടാവില്ല. അതേപോലെ ചെറിയൊരു സാഹചര്യമൊക്കെ ഒത്തുവന്ന് ഒരാണും പെണ്ണും, ഒരു സ്ത്രീയും പുരുഷനും, ഇവർക്ക് 10% മൂടുള്ളത് ചെയ്യണോ വേണ്ടെന്ന്. ബാക്കി 90% ഈ മഴ സപ്പോർട്ട് ചെയ്യും. നമ്മുടെ ഉള്ളിൽ സെക്സ് ചെയ്യാനുള്ളൊരു വാസന ഉണ്ടാവും. എനിക്കൊരുപാട് അനുഭവമുണ്ട്. ഈ മഴക്കാലത്ത് എനിക്ക് ഒരുപാട് കള്ളവെടി വെക്കാൻ ചാൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു മഴക്കാലത്ത് എൻ്റെ ചേച്ചിയുടെ കൂട്ടുകാരത്തി, അവൾ ടൈലറാണ്. പണ്ടൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ പെൺകുട്ടികൾ പോകല് ടൈപ്പ് റൈറ്റിങ് ആൻഡ് ഷോർട്ട് ഹാൻഡ്. പ്രീ ഡിഗ്രിക്കൊക്കെ പോകണമെന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്തിൽ 1-2 ആളൊക്കെ പോകുള്ളൂ. പ്രീ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ +2 ആണ്. അങ്ങനെ സാധാരണ ആൾക്കാരൊന്നും പോകില്ല. അപ്പോൾ ഇവളവിടെ ടൈലറിങ് തുടങ്ങി. ഇടയ്ക്ക് വരെ ആൾക്കാരൊക്കെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യും ടൈലറിങ്. അന്നൊക്കെ സാരി ബ്ലൗസ് അടിക്കാൻ ഇവൾ എക്സ്പെർട്ടാണ്. മോഡലൊക്കെ അടിക്കും. ബാക്കൊക്കെ പല ഡിസൈനുകളൊക്കെ വെച്ചൊക്കെ ഇവൾക്ക് തയ്ക്കാനറിയാം. അപ്പോൾ എന്നോട് വീട്ടിൽ നിന്ന് പറഞ്ഞ് ഒരു അളവും ബ്ലൗസും അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ. ഇവളുടെ വീടെന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് 1 കിലോമീറ്റർ ജസ്റ്റ് ഉള്ളൂ. റോഡല്ല, ഓരോ പറമ്പിൽ കൂടി ഇടവഴി കൂടിയൊക്കെ പോകണം. അപ്പോൾ ഞാനവിടെ ചെന്നപ്പോൾ ഇവളെന്നോട് പറഞ്ഞ് കയറിയിരിക്കാൻ പറയും. കയറിയിരുന്ന് മഴ തുടങ്ങി. അപ്പോൾ ഇവളെന്നോട് പറഞ്ഞ് മഴ മാറിയിട്ട് പോയാൽ മതി, നിനക്ക് ഞാൻ അവൽ വിളയിച്ച് തരാറ്. അവൽ വിളയിക്കണം എന്ന് പറഞ്ഞാൽ തേങ്ങ ശർക്കരയൊക്കെ ഇട്ട് ചീനച്ചട്ടിയിൽ ഇങ്ങനെ ഉരുക്കി ഇതാകുമ്പോൾ അവൽ അതിലിടും. അപാര ടേസ്റ്റാണ്. ഇവൾക്ക് നല്ലോണം അത് ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ എനിക്ക് ശർക്കരയൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവളത് ഉണ്ടാക്കി തരാമെന്ന് ഓഫർ ചെയ്തത്, എന്നെ അവിടെ ഇരുത്താൻ വേണ്ടി. ഇവിടെ തയ്ക്കണോണ്ട് ഞാൻ അപ്പുറത്തെ സ്റ്റൂളിൽ ഇരിക്കാം. അപ്പോൾ ഇവളെന്നോട് പറഞ്ഞ്, ഞാൻ ആടിനെ കെട്ടാൻ പോയപ്പോൾ എൻ്റെ മുട്ടുകാലിൻ്റെ അവിടെ ഒരു കുറ്റി കൊണ്ടിട്ട് ഭയങ്കര വേദന, നീ ഒന്ന് ഒഴിഞ്ഞു തരുമോ വെച്ച്. അപ്പം അന്ന് ഈ ഡൈക്കുളോ അല്ലെങ്കിൽ മൂവ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വീടുകളിൽ ഉണ്ടാവില്ല. വെള്ളം തൊട്ട് ഒഴിയല. അപ്പോൾ ഇവൾ എന്നോട് ഒഴിഞ്ഞു തരുമോ വെച്ച്. ആയിക്കോട്ടെ. അങ്ങനെ ഇവളെന്നോട് തന്നെ വന്ന അപ്പുറത്തെ മുറിയിൽ പോവാറ്. മുറിയിൽ പോയിട്ട് ഇവൾ കട്ടിൽമേ ചാരി ഇരുന്നിട്ട് സാരി ഇങ്ങനെ പൊന്തിച്ചിട്ട്, അപ്പോൾ ഇവൾ ഇരുന്നറിവാം. അത്യാവശ്യം ഹൈറ്റും വെയിറ്റൊക്കെ ഉണ്ട്, എല്ലാം നല്ലോണം ഉണ്ട്. മുഖം നല്ല ഐശ്വര്യമുള്ള മുഖം. കണ്ണാണെങ്കിൽ താമര ഇതള് പോലത്തെ കണ്ണ്, വിടർന്ന കണ്ണാണ്. കണ്ണ് കണ്ടാൽ തന്നെ ഈ പെണ്ണിന് കാമുണ്ടെന്ന് മനസ്സിലാവും. പക്ഷെ അന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അന്ന് എനിക്കത്ര തിരിച്ചറിവില്ല. ഇവർ ചാരി ഇരുന്നിട്ട് കാലിങ്ങനെ നിർത്തി വെച്ച് തന്നു. സാരി പൊന്തിച്ചിട്ട് മുട്ടുകാലിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് തന്നു. അപ്പോൾ ഞാനവിടെ സ്റ്റൂളിട്ടിരുന്നൊരു കപ്പിൽ വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ട് ഉഴിയൽ തുടങ്ങി. കുറേ ഒഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞ് മേലിൽ നിന്ന് ഇങ്ങനെ ഒഴി തുടങ്ങി. എന്നിട്ട് സാരി ഇങ്ങനെ ഒരു കാല് പൊന്തിച്ച് വെച്ചേക്കാം. അത് സാരി ഇങ്ങനെ നീക്കി തരും. അപ്പം ഞാൻ തോണ്ടേമേൽ ഇങ്ങനെ ഒഴിയുമ്പോൾ എൻ്റെ ചെക്കൻ എണീക്കൽ തുടങ്ങി. അത്ര ഭംഗിയുള്ള തോണ്ടയും ഇതൊക്കെ. പിന്നെ അവർ സാരി ഇങ്ങനെ അതിനിടയ്ക്ക് ഇവർ ഓരോ ശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിക്കുന്നുണ്ട്. അപ്പം എൻ്റെ ചെറിയ വേദനൻ്റെ എന്നാണ്. പിന്നെ എനിക്ക് മനസ്സിലായി കണ്ണൊക്കെ ഇങ്ങനെ കൂമ്പി അടയുന്നുണ്ട്, വേദനൻ്റെ അല്ല. പിന്നെ ഇവർ സാരി ഇങ്ങനെ ഇതാക്കിയിട്ട് മേലെന്ന് ഒഴിയെന്ന് പറയുമ്പോൾ ഇവരുടെ റോസ് കളറിലെ ഷഡ്ഡിയൊക്കെ എനിക്ക് കാണാം. അതിൽ ആ മേലേക്ക് ഇങ്ങനെ കൈ കുറേ ഇങ്ങനെ എത്തി, ഷഡ്ഡീൻ്റെ അടുത്തോട്ടൊന്നും എത്തിയില്ല, പേടിച്ചിട്ട്. അവൾ പറഞ്ഞാൽ നല്ലോണം ഒഴിയുമ്പോൾ ഓരോ സീൽക്കാരങ്ങളൊക്കെ പുറപ്പെടുവിക്കൽ തുടങ്ങി. പിന്നെ ഇവളുടെ സഹി കേട്ട് ഇവളെന്ത് ചെയ്ത് എന്നെ ഇങ്ങനെ വലിച്ചിട്ട് അവളെ മാറിലേക്ക് കിടത്തി. ഞാനെപ്പോഴും റെഡിയാണ്. കിടത്തി കഴിഞ്ഞിട്ട് ഇവൾ ആഞ്ഞ് കെട്ടിപ്പിടിക്കണം. പിന്നെ സാരീൻ്റെ തല മാറ്റിയിട്ട് ബ്ലൗസിൻ്റെ ഫ്രണ്ടിലെ ഹുക്കഴിച്ച് ബ്രേസറിനെ പൊന്തിച്ചിട്ട് ഈ പാൽക്കുടങ്ങൾ എനിക്ക് കുടിക്കാൻ തരിക. അപ്പം ഞാൻ എന്ത് ചെയ്തത്, ഞാൻ മെല്ലെ എഴുന്നേറ്റിട്ട് ബാക്കിൽ കൂടി കൈയിട്ടിട്ട് ബ്രേസറിൻ്റെ ഹുക്ക് പിടിച്ച് മുലകളെ സ്വതന്ത്രമാക്കി ഞാൻ മാറി കുടിക്കുകയാണ്. അപ്പോൾ ഇതിന് ഭ്രാന്തായി. ഇതിന്
കാമം മൂത്ത്. അതിൽ പിന്നെ ഇവരെന്ത് ചെയ്യുന്നറിയോ, ഈ സാരീൻ്റെ കുത്ത് കഴിച്ചിട്ട് പാവാടൻ്റെ വള്ളി വെച്ചിട്ട് കാല് വഴി അതങ്ങോട്ട് ഊരി സ്വയം. സാധാരണ ഇതൊക്കെ ആണുങ്ങളാണ് ചെയ്യേണ്ടത്, പക്ഷെ ഞാൻ ചെക്കനല്ലേ, ഇവർ മുൻകൈ എടുക്കുക. പിന്നെ ഷഡ്ഡി മാത്രമേ ഉള്ളൂ. അതിൽ പിന്നെ പൊക്കളും മേലൊക്കെ ഞാനിങ്ങനെ ഉമ്മം വെച്ചപ്പോൾ ഇവരെൻ്റെ തല അവരുടെ സാധനത്തിൻ്റെ അവിടെയൊക്കെ കൊണ്ടുപോകണം. അല്ല ഷഡ്ഡീൻ്റെ പുറത്തു കൂടിയൊക്കെ കിസ് ചെയ്ത് പിന്നെ ഷഡ്ഡി ഞാൻ ഊരി. അതെങ്കിലും ഞാൻ ചെയ്യണ്ടേ. നോക്കുമ്പോൾ ഉണ്ട് പൊട്ടി ഒലിച്ച് പെണ്ണാകെ നനഞ്ഞ് കുളിച്ചിരിക്കുക. ഏതായാലും ഞാൻ അപ്പം പിന്നെ എൻ്റെ തല അങ്ങോട്ടാണ് അവർ കൊണ്ടുപോകണത്. അപ്പം എനിക്ക് മനസ്സിലായി. അപ്പം ഞാനിത് 1-2 വട്ടം ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീമിന്. അങ്ങനെ ഞാൻ ചെയ്തു കൊടുത്ത്. അത് കഴിഞ്ഞ് ഇവർ മോളിൽ കയറി. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഡ്രസ്സ് ഇവർ വലിച്ച കഴിച്ചു. എൻ്റെ ഡ്രസ്സൊക്കെ ഇവർ തന്നെയാണ് അയക്കണത്. എൻ്റെ സാധനം പിടിച്ചിട്ട് അവർ പറഞ്ഞിട്ടാ ഇത് വലിയ ആൾക്കാർ അത്ര ഉണ്ടല്ലോ എന്നൊക്കെ പറയും. ഏതായാലും ഞാൻ കയറ്റി നന്നാക്കി അടിച്ച് കുറച്ച് നേരം ഞങ്ങൾ കിടന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിനൊരു കള്ളക്കരച്ചിലും ഒരു സങ്കടഭാവമൊക്കെ അവർ അപ്പം തന്നെ ഡ്രസ്സ് ചെയ്ത് ഞാനും ഡ്രസ്സ് ഇട്ട് ഞാൻ ഫ്രണ്ടിൽ വന്നിരുന്നു. ഞാനോട് തന്നെ പറയുമോ ഞാൻ പറയില്ല, പറയൂല, പേടിക്കണ്ട, നീ പറഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും, പറയൂല, ഒരു പേടിക്കണ്ടത്. അങ്ങനെ അവരെന്നോട് പറഞ്ഞെന്താണെന്നറിയോ, എടാ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്, നീ ഇടയ്ക്ക് ഇവിടെ വരണം, ആരുമില്ലാത്തപ്പോൾ ചേച്ചനെ ചെയ്ത് തരണം ആന്ന് പറയും. ഒരുപാട് കാലം ഞാൻ അവരെ കളിച്ചിട്ടുണ്ട്. അവരിപ്പോൾ കല്യാണം കഴിച്ച് മക്കളുടെ മക്കളായിട്ടൊക്കെ ജീവിക്കുന്നുണ്ട്. അവർക്കും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. ഇതൊക്കെ ആ മഴ പറ്റിച്ച പണിയാണെന്ന് വെച്ചാൽ അല്ല, ഇത് മുൻകൂട്ടി അവർ തീരുമാനിച്ച തിരക്കഥയാണ്. ഞാനവിടെ ചെല്ലുമെന്ന് അവർക്കൊന്നും അറിയില്ല. ആ സാഹചര്യവും ആ വൈബും. പക്ഷെ അതൊരു തുടക്കമായിരുന്നു. പിന്നെ ഞങ്ങൾ ഭയങ്കര സുഹൃത്തുക്കളും, എന്താ പറയുക, ഒരു ദിവസം കാണാണ്ടിരിക്കില്ല, അങ്ങനത്തെ ഒരു റിലേഷനായി. ഇത് കഴിഞ്ഞിട്ട് അവർക്ക് വേറൊരു റിലേഷൻ വന്നു വിട്ടു, സെക്ഷലായിട്ടുള്ളത്. അതവരെന്നോട് തുറന്ന് പറഞ്ഞു. അതടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ അടുത്ത വീഡിയോ അതായിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഇതിനൊരു കണ്ടിന്യൂഷൻ കിട്ടില്ല. ഇപ്പോഴും അതിസുന്ദരിയായിട്ട് അവരുണ്ട്. ഇപ്പം മുടിയൊക്കെ വേറൊരു മോഡലൊക്കെ ആക്കി ഞാൻ ഇന്നാൾ കണ്ടപ്പോൾ മുന്നിലൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ഇങ്ങനെയൊക്കെ കുറച്ച് വെട്ടിയൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഓരോ വയസ്സാകാലത്തും ഫാഷൻ തോന്നിയാൽ പിന്നെ അതൊക്കെയാണ് ലൈഫ്. അവരുടെ ഇഷ്ടത്തിന് അവർ ജീവിക്കട്ടെ. ഏതായാലും അവരൊന്നും മറക്കാൻ പറ്റില്ല. മഴനെ തീരെ മറക്കാൻ പറ്റില്ല. നല്ല പകലൊരു ഇരുട്ട് വരും ഈ മഴ. ഇത് കഴിഞ്ഞാലാണ് കോരിച്ചൊരിയണ മഴയും കണ്ട് പെയ്യും. ആ മഴ പെയ്യുമ്പോൾ ഉണ്ടല്ലോ ഒരു കുളിരും. അപ്പോൾ ഏത് വിശ്വാമിത്രനും കളിച്ചു പോകും. അപ്പോൾ അടുത്ത വീഡിയോ നാളെ ഇതേ നേരത്ത് ചേച്ചീൻ്റെ വേറൊരു കളിബന്ധം എന്നോട് പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറയും. ഓക്കെ, നമസ്കാരം.